പ്രേമ, ഈ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രയേലിലെ രാഷ്ട്രപതിക്കൊരു മാപ്പപേക്ഷ നൽകിയിരിക്കുന്നു. തൻ്റെ മേലുണ്ടായിട്ടുള്ള അഴിമതി ആരോപണങ്ങളിൽ തീർപ്പ് കൽപ്പിക്കണം, തനിക്ക് മാപ്പ് നൽകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുത്തെ പ്രസിഡന്റിന് നെതന്യാഹു മാപ്പപേക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇത്? ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ഒരു സംഭവമാണ്. ഒരു പക്ഷേ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമായേക്കാം ഒരു പ്രധാനമന്ത്രി അവിടുത്തെ പ്രസിഡന്റിന് തന്റെ തെറ്റുകൾ പുറത്തു നൽകണമെന്ന് പറഞ്ഞൊരു മാപ്പപേക്ഷ കൊടുക്കുന്ന ഒരു പക്ഷേ ലോകത്തിലെ തന്നെ ആദ്യത്തെ സംഭവമാകാനും സാധ്യതയുണ്ട്. അപ്പൊ ഇതിന്റെ കഥ, ഇദ്ദേഹത്തിനെതിരെ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അഴിമതി ആരോപണം ഉണ്ടായിരുന്നു. അങ്ങനെ 2020 മുതൽ ഇദ്ദേഹം വിചാരണ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ആ രാജ്യത്ത് വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾ ഉണ്ടാകുന്നു. പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ഇദ്ദേഹത്തിനെതിരെ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. അപ്പൊ ഈ പശ്ചാത്തലത്തിലാണ് ഇതിന്റെ വിചാരണ നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇദ്ദേഹം രാഷ്ട്രപതിക്ക് അല്ലെങ്കിൽ പ്രസിഡന്റിന് ഒരു മാപ്പപേക്ഷ നൽകിയിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലൊരു അപേക്ഷ കിട്ടിയ കാര്യം പ്രസിഡന്റിന്റെ ഓഫീസ് അത് ശരിവെക്കുന്നുണ്ട്. അപ്പൊ പ്രസിഡന്റ് ഇക്കാര്യം പറഞ്ഞ ഒരു വാചകം ഇങ്ങനെയാണ്: അസാധാരണമായ ഒരു ആവശ്യമാണ് പ്രധാനമന്ത്രി ഉന്നയിച്ചിരിക്കുന്നത്. അതുണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെ വലുതാണ്. അതുകൊണ്ട് ഈ അപേക്ഷ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഞാൻ പ്രസിദ്ധപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രസിഡന്റ് തന്നെയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ള കാര്യം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിയമോപദേശം തേടിയ ശേഷം മാത്രമേ നടപടി എടുക്കൂ എന്നുള്ളതാണ് ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരു കൗതുകകരമായ ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ ഇത് ഉണ്ടാകാനുള്ള കാര്യവും സാഹചര്യവും കൂടി നമ്മൾ പറയാം. ഇദ്ദേഹത്തിനെതിരെ വലിയ അഴിമതി ആരോപണം, അത് പറയുന്നത് ഈ ബിസിനസ്സുകാരിൽ നിന്ന് വലിയ ഔദാര്യം കൈപ്പറ്റിക്കൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകി. അപ്പൊ ഇതിന് പ്രത്യുപകാരമായിട്ട് ഇദ്ദേഹത്തിന് വില കൂടിയ സിഗരറ്റുകളും അതേപോലെ മദ്യവും ഷാമ്പയിനും ഒക്കെ നൽകി എന്നുള്ളതാണ് വാർത്ത. അപ്പോ ഈ ബെഞ്ചമിൻ നെതന്യാഹു ഒരു പുകവലിക്കാരനാണ്. അത്യാവശ്യം അദ്ദേഹത്തിന്റെ ഈ ജീവിത ശൈലിയുടെ ഭാഗമായിട്ട് മദ്യപിക്കുകയും ചെയ്യും. പക്ഷെ ഒരു പ്രധാനമന്ത്രിക്ക് സിഗരറ്റും മദ്യവും ഒക്കെ കൊടുത്ത് ഉദ്ദിഷ്ടകാര്യം സാധിച്ചു എന്ന് പറയുന്ന ഒരു കൗതുകരമായ സംഗതി കൂടി ഉണ്ട് ഇതിന്റെ പിന്നിൽ. പിന്നെ മറ്റൊരു ആക്ഷേപം അദ്ദേഹത്തിനെതിരെ ഉള്ളത്, തനിക്ക് അനുകൂലമായ വാർത്ത നൽകിയതിന് ഒരു ഇസ്രായേൽ പത്രത്തിന്റെ സർക്കുലേഷൻ, പ്രചാരണം, അതിന്റെ കോപ്പികളുടെ എണ്ണം അത് വർദ്ധിക്കാനായിട്ട് സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് പറയുന്നു. അതാണ് അടുത്ത ആക്ഷേപം. പിന്നെ ഒരു ന്യൂസ് വെബ്സൈറ്റ് തനിക്ക് അനുകൂലമായ വാർത്ത നൽകിയതിന് പ്രത്യുപകാരമായിട്ട് ഒരു ടെലികോം കമ്പനിയുടെ ഷെയർ ഹോൾഡർക്ക്, അത് ഈ മാധ്യമ സ്ഥാപനമായിട്ട് അയാൾക്ക് ബന്ധം ഉണ്ടായിരിക്കാം, അയാൾക്ക് അനുകൂലമായ ചില ഭരണപരമായ തീരുമാനങ്ങൾ എടുത്തു. അപ്പൊ ഈ 3 കേസുകളാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഇപ്പോൾ കുറ്റം ചുമത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിചാരണ നടപടികൾ നേരിടുകയാണ്. അപ്പൊ ഇത് ഇപ്പോ അദ്ദേഹം പ്രസിഡന്റിന് മാപ്പപേക്ഷ നൽകുമ്പോൾ അവിടുത്തെ പ്രതിപക്ഷം പറയുന്നത്, ആദ്യം നിങ്ങൾ ചെയ്ത തെറ്റ് ഏറ്റുപറയണം, അതിനുശേഷം മാത്രമേ ഇത്തരത്തിൽ മാപ്പപേക്ഷ നൽകാവൂ എന്നുള്ളതാണ്. പക്ഷെ വരുന്ന വാർത്തകൾ ഈ മാപ്പപേക്ഷയിൽ ഒരിടത്ത് പോലും ഇദ്ദേഹം ഈ തെറ്റ് ഏറ്റുപറയുന്നില്ല. ഞാനത് അങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് പറയുന്നില്ല. പക്ഷെ തന്നെ പ്രതിപക്ഷത്തുള്ളവർ രാഷ്ട്രീയമായി വേട്ടയാടുകയാണ്, തന്നെ തേജോവധം ചെയ്യുകയാണ്. അതുകൊണ്ട് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ പിൻവലിച്ച് തനിക്ക് മാപ്പ് നൽകണമെന്നുള്ളതാണ് ബെഞ്ചമിൻ നെതന്യാഹു തന്റെ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം. അപ്പൊ ഇദ്ദേഹത്തിനെതിരെ ഈ എന്താ പറയാ, ഈ തൊട്ടേ പിടിച്ച് അമ്മാതിരി ആരോപണങ്ങളുടെ പേരിലാണ് സത്യത്തിൽ ആ രാജ്യത്ത് ഈ വിചാരണ നടപടികൾ നേരിടുന്നതെന്നാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുക. പക്ഷെ ഇദ്ദേഹം നടത്തിയ ഗുരുതരമായ യുദ്ധക്കുറ്റങ്ങളുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞാൽ പലസ്തീൻകാർക്കെതിരെ ഗസയിൽ നടത്തിയ വംശീയമായിട്ടുള്ള നരഹത്യ, ഏതാണ്ട് 70,000-ഓളം പേർ പലസ്തീന്റെ അതിക്രമങ്ങളിൽ അവിടെ കൊല്ലപ്പെട്ടു എന്നുള്ള ഔദ്യോഗികമായിട്ട് വരുന്ന കണക്ക്. അനൗദ്യോഗികമായിട്ട് 1,00,000-ലധികം പേർ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. അപ്പൊ ഇത്രയും വലിയ ഒരു നരവേട്ട നടത്തിയതിന് ഇസ്രയേലിൽ യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇക്കാര്യത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ കേസെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ പ്രതി ചേർത്ത് നിയമ നടപടികളുമായിട്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതി പോകുന്നുണ്ട്. മനുഷ്യാവകാശ സംഘടനകൾ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ ഇസ്രായേലിനെതിരെ പരസ്യ നിലപാട് എടുത്തിട്ടുമുണ്ട്. അത് ആ ഒരു വഴിക്ക് നടക്കുന്നു. പിന്നെ അന്താരാഷ്ട്ര സമൂഹം, പല അന്താരാഷ്ട്ര രാജ്യങ്ങളും ഇക്കാര്യത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നടപടിയെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നിട്ടുമുണ്ട്. അങ്ങനെ വലിയ ഒരു സമ്മർദ്ദം നേരിടുന്ന സാഹചര്യത്തിൽ കൂടിയാണ്
നാട്ടിൽ ഈ ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളുടെ പേരിൽ അദ്ദേഹം മാപ്പപേക്ഷ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഒരു രാജ്യത്തോടായി നൽകിയ ഒരു അഭിസംബോധനയിൽ അല്ലെങ്കിൽ ഒരു വീഡിയോ സന്ദേശത്തിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. തനിക്കെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ പൊളിഞ്ഞു വീണു, എന്നാൽ അതിനായി എടുത്ത നടപടിക്രമം ഇസ്രായേലിനെ ഛിന്നഭിന്നമാക്കി. അതായത് തനിക്കെതിരെ ഒരു ആക്ഷേപം ഉയർത്തിക്കൊണ്ടുവന്നു. അപ്പൊ ആ ആക്ഷേപം ജനങ്ങൾ വളരെ രീതിയിൽ വിശ്വസിച്ചു. അങ്ങനെ രാജ്യത്ത് വലിയ രീതിയിലുള്ള ചേരിതിരിവുണ്ടാക്കി പ്രതിപക്ഷത്തിന്റെ നടപടി എന്നാണ് അദ്ദേഹം ആക്ഷേപിക്കുന്നത്. പിന്നെ മറ്റുള്ളവരെ പോലെ എനിക്ക് ഉറപ്പുണ്ട്, ഈ നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ ആണ് താൻ ഉദ്ദേശിക്കുന്നത്. ഈ തീ കെടുത്താൻ, അതായത് രാജ്യത്ത് ഇപ്പോ പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നു, ആ തീ കെടുത്താൻ അത് സഹായിക്കും. രാജ്യവും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോ ഇവിടെ പ്രതിപക്ഷം ഇദ്ദേഹത്തിന് മറുപടി കൊടുക്കുകയാണ്. ഇദ്ദേഹം സ്വന്തം താല്പര്യം രാജ്യ താല്പര്യമായി ചിത്രീകരിച്ച് തടി തപ്പാനായിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷം ഇവിടെ ആരോപിക്കുന്നത്. നമുക്കറിയാം, ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹം ഭരണത്തിൽ ഇരിക്കുമ്പോഴും വലിയ രാഷ്ട്രീയ വെല്ലുവിളി നേരിടുന്ന ഒരു പ്രധാനമന്ത്രി കൂടിയാണ്. അദ്ദേഹത്തിന് തുടർച്ചയായി അവിശ്വാസ വോട്ടെടുപ്പ് അടക്കമുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ഭരണ മുന്നണിയിലുള്ള ഈ യാഥാസ്ഥിതിക ക്രൈസ്തവ വിഭാഗത്തിലെ അനുകൂലിക്കുന്ന പാർട്ടി അദ്ദേഹത്തിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന ഭീഷണി മുഴക്കിയിരുന്നു. കാരണം ഈ നിർബന്ധിത സൈനിക സേവനത്തിന് അവർക്ക് നൽകിയ ആനുകൂല്യം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് അതിന്റെ കാരണം. അപ്പൊ ഇത്തരത്തിൽ ഒരു വശത്ത് അഴിമതി ആരോപണം, മറുവശത്ത് അദ്ദേഹത്തിന്റെ മുന്നണിയിൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ, കൂടാതെ പലസ്തീനുമായിട്ട് നടത്തുന്ന പ്രശ്നങ്ങൾ, അവിടെയും അദ്ദേഹത്തിന് വലിയ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നു. കാരണം ഈ ഗസ നടപടി വല്ലാണ്ട് വൈകിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവിടെ ബന്ദിമോചനം വല്ലാണ്ട് വൈകിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേലിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുകയും അവിടെ ബന്ദികളാക്കപ്പെട്ടവരുടെ ബന്ധുക്കളടക്കമുള്ളവർ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പരസ്യ വിമർശനം നടത്തുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ ഒരു സംഭവം ഉണ്ടായി. നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഈ ഔദ്യോഗികമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു പ്രസിഡന്റിനെ തന്നെ ട്രംപ് അദ്ദേഹത്തിന്റെ രക്ഷകർത്തൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഇസ്രായേൽ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു, ബെഞ്ചമിൻ നെതന്യാഹുവിന് നിങ്ങൾ മാപ്പ് കൊടുക്കണം, അദ്ദേഹത്തിന് ചെയ്ത അപരാധങ്ങൾ അത് ക്ഷമിച്ചു കൊടുക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. ആ പ്രസ്താവന വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേൽ പ്രസിഡന്റ് പറഞ്ഞത്, ആര് മാപ്പ് അപേക്ഷിച്ചാലും അത് രേഖാമൂലം നൽകാതെ താൻ പരിഗണിക്കില്ല എന്നുള്ള നിലപാട് പ്രസിഡന്റ് എടുത്തു. അതിന് പിന്നാലെയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോ ഒരു മാപ്പ് അപേക്ഷയുമായിട്ട് പ്രസിഡന്റിനെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് ഒരു നെതന്യാഹുവിന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ ഈ ഒരു പ്രതിസന്ധിയും അദ്ദേഹം അതിജീവിക്കുക തന്നെ ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇങ്ങനെ ഒരു കൗതുകകരമായ സംഗതി ഇസ്രയേലിൽ ഇതിനിടയിൽ ഉണ്ടായി എന്നുള്ളത് അത് വലിയ വാർത്താ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇക്കാര്യം ഇത്ര വലിയ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ഇക്കാര്യം വളരെ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നത്.